അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെപ്ലം ടോപ്പ് തയ്ച്ചത്. അപ്പൊ അതിൽ 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ലോങ് വീഡിയോ, അതെങ്ങനെയാ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എങ്ങനെയാന്നുള്ള ഒരു ലോങ് വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ വേറൊരു പെപ്ലം ടോപ്പ് ഏതാനും ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇടാം. ബിക്കോസ് മറ്റേതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അതൊന്ന് അവിടെ ഇവിടെ കുറച്ച് ക്ലിപ്പിംഗ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഫൈനൽ ലുക്ക് ആയിരുന്നു ഞാൻ കാണിച്ചത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ഇതാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള മെറ്റീരിയൽ. കോട്ടൺ മെറ്റീരിയൽ ആണ്. 1.5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. വീതി ഏകദേശം ഒരു 45 ഇഞ്ചസോളം വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഫ്രണ്ട് പോർഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇത് രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് അളവെടുക്കാം. ഇനി നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട് തുണി മടക്കി വെച്ചിട്ട് ഇവിടെ മടക്കിയ ഭാഗം ഉണ്ടാവുമല്ലോ, ഓപ്പണിംഗ് അല്ലാത്ത സൈഡ്, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള അളവെടുക്കാം. അതായത് കഴുത്തിൻ്റെതും കൈയുടെയൊക്കെ അളവെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കൈക്കുഴിയുടേതൊക്കെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു 1/2 ഇഞ്ച് മേലേന്ന് വിടുന്നുണ്ട്. ബിക്കോസ് അത് അവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരെ കഴുത്തിൻ്റെ അളവിലേക്ക് പോവാം. കഴുത്തിൻ്റെ അളവ് 3.5 ഇഞ്ചാണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ആദ്യം ഒരു 3.5 ഇഞ്ച് എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് എടുക്കുക. ഓക്കെ, ഇനി ആദ്യം എടുത്തിട്ടുള്ള 3.5 ഇഞ്ച് ഉണ്ടായിരുന്നല്ലോ കഴുത്തിന് മാർക്ക് ചെയ്തത്, നെക്കിനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, താഴോട്ടേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ഇന്റർസെക്ട് ചെയ്യുമല്ലോ ആ ഭാഗത്ത്. അവിടെ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, വീനക്കാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. രണ്ട് സൈഡ് 3.5ൻ്റെതും ഈ ഒരു സൈഡും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് മുട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വി ഷേപ്പ് കിട്ടും. ഇനി കൈയുടെ ഒരു കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 3.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, താഴോട്ടേക്ക് ഒരു 1 ഇഞ്ചോളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് വരക്കുക. ഇതുപോലെ സ്ലാൻഡ് ആയിട്ട് വരച്ചതിന് ശേഷം 3.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഇതുപോലെ ഒരു ലൈൻ വരച്ചതിന് ശേഷം കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ അത് ഞാനൊരു 2 ഇഞ്ച് ഈ ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ട് അതിനോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കൈക്കുഴി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതാണ് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ കൈക്കുഴി വരക്കും പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഇനി മുന്നിൽ ഒരു ആലിയ കട്ട് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് വീനക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീനക്കിൻ്റെ താഴെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കൈക്കുഴി മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് ഈ 4 ഇഞ്ചും 6 ഇഞ്ചും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് വരും. എന്നിട്ട് അത് അവിടെ നിന്ന് കട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കൈക്കുഴിയും കട്ട് ചെയ്യാം, ഷോൾഡർ സ്ലാൻഡിങ് ആക്കി വരച്ചിട്ടുള്ള ഷോൾഡറും കട്ട് ചെയ്യാം, പിന്നെ ഈ വീനക്കും. പിന്നെ ഈ കൈക്കുഴിൻ്റെ അവിടെ കുറച്ചും കൂടി കുഴിച്ച് വെട്ടുന്നുണ്ട്, ഫ്രണ്ട് പാർട്ട് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, ബാക്ക് പാർട്ടിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട. സോ ഫ്രണ്ട് പോർഷനിലത്തെ ഷേപ്പ് ഇതാ ഈ ഒരു രീതിയിലാണ് വരിക. പിന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഏകദേശം ഫ്രണ്ട് പോർഷൻ പോലെ തന്നെയാണ് വരുന്നത്. ഞാൻ അതിന്റെ റെഫറൻസ് ഞാൻ ഇവിടെ കാണിക്കാം, അളവിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ട് ആകെയുള്ള ഒരു വ്യത്യാസം വരുന്നത് കഴുത്തിന്റെ പോർഷൻ മാത്രമാണ്. കഴുത്ത് നമ്മൾ വീനക്കാക്കുന്നില്ല, ജസ്റ്റ് ഒരു 2 ഇഞ്ച് താഴത്തിലുള്ളൊരു റൗണ്ട് ഷേപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അലിയ കട്ട് ഷേപ്പും വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ മെഷർമെന്റ്സ് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇനി ഇതുപോലെ തുണി രണ്ടാക്കി മടക്കി ഒരു ഭാഗത്ത് 14 ഇഞ്ചും മറ്റൊരു ഭാഗത്ത് 11 ഇഞ്ചും ആക്കിയിട്ട് മടക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ നീളം വരുന്നത്, ഇതിന്റെ ടോട്ടൽ നീളം വരുന്നത് 20 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചാൽ അതൊരു 40 ഇഞ്ചസോളം വരും. ഓക്കെ, ഇതുപോലെ ഇത് ചുരുക്കാക്കിയിട്ട് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഫ്രണ്ട് സൈഡിലേക്ക്. ഇനി ബാക്കിൽ നമുക്ക് ചുരുക്ക് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 11 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 40 ഇഞ്ച് നീളമുള്ളൊരു പീസ് നമുക്ക് വെട്ടി മാറ്റണം. ഓക്കെ, അതൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമ്മൾ വെട്ടി മാറ്റിയാൽ മതി. ഇപ്പോൾ രണ്ടായിട്ട് മടക്കുന്ന സമയത്ത് 11 ഇഞ്ചും 20 ഇഞ്ചസും എന്നുള്ള രീതിയിൽ നമുക്ക് വെട്ടി മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. അപ്പോൾ സ്ലീവ് വെട്ടിയെടുക്കുന്നത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം കൺവിൻസ് ആവും അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഞാൻ വെട്ടിയെടുത്തതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. ഓക്കെ, ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു പിക്ചർ. അപ്പോൾ അതിൽ 25 ഇഞ്ചസിൻ്റെതാണ് നീളമുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈക്കുഴീൻ്റെ അവിടെ 8 ഇഞ്ചസാണ് എടുത്തത്. പിന്നെ കൈയുടെ തെറ്റുണ്ടാവില്ല, നമ്മൾ റിസ്റ്റിൻ്റെ അവിടെ 5 ഇഞ്ചസും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഞാൻ മെഷർമെന്റ് എടുത്തത്. സോ അപ്പോൾ നമുക്ക് രണ്ട് ഇതുപോലെ സ്ലീവ്സ് കിട്ടും. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നെക്കാണ്, ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ഇഞ്ച് നീളം വീതിയുള്ള ഒരു കട്ട് പീസ് എടുക്കും. ഈ പീസ് എടുത്തതിന് ശേഷം നെക്കിന്റെ ഭാഗത്തേക്ക് വെക്കും. ഓക്കെ, ഇതിന്റെ നല്ല ഭാഗവും നെക്ക് പീസിന്റെ നല്ല ഭാഗവും ഒരുമിച്ച് ചേർത്തിട്ട് ഇതാ ഈ ഒരു സൈഡിലൂടെ നെക്കിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിലൂടെ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള പോർഷനും മുറിച്ച് മാറ്റും. അതുപോലെ തന്നെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിന് ചെറിയൊരു കട്ട്സ് കൊടുക്കും, നല്ല രീതിക്ക് ഇൻസൈഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി ഇൻസൈഡ് ഔട്ട് ആക്കിയതിന് ശേഷം കഴുത്തിന് ചുറ്റും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഈ ബാക്ക് നെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയുള്ള കട്ട് പീസ് ഞാൻ കുറച്ചുകൂടി ചെറുതാണ് എടുക്കുന്നത്. ഇപ്പോൾ ചെറിയ കഴുത്തല്ലേ, ഒരു 5 ഇഞ്ച് വീതി, ഒരു 10 ഇഞ്ച്
നീളമുള്ളൊരു കട്ട് പീസാണ് എടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഇൻസൈഡ് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പോർഷനിൽ ചുരുക്ക് വെക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 14 ഇഞ്ചും 11 ഇഞ്ചും ഒക്കെ ആക്കിയിട്ട്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ ചുരുക്കിടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലൂടെ ഒരു സാധാ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചുരുക്ക് പോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചുരുക്ക് പോലെ വരും. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു സൈഡിൽ യോക്ക് പോർഷൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്ക് പോർഷനിൽ ഫ്രിൽസ് വെക്കാൻ എടുത്തിട്ടുള്ള എക്സ്ട്രാ പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചുരുക്കിയിട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് വെക്കാം. നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ സ്ലീവ്സിന്റെ ഭാഗം, ഇനി ആ ഭാഗത്തേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ്സ് ഉണ്ടല്ലോ, ഫുൾ സ്ലീവ്, അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി സ്ലീവ്സിന്റെ രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ആകെ ചെയ്യാനുള്ളത് ഫ്രിൽസിന്റെ തെറ്റത് ബോട്ടം സൈഡിൽ നമ്മൾ രണ്ടാക്കി മടക്കി തയ്ച്ചിട്ടുള്ളൂ, അതൊന്ന് രണ്ടായി മടക്കി തയ്ച്ചതിന് ശേഷം ഈ ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പൊ ഇത്രയാണ് നമുക്ക് നീളം വരും. ഒരു 24 ഇഞ്ചസ് ആണ് നമുക്ക് നീളം വരുന്നത്. അപ്പൊ അത് ബാക്കിലെ കഴുത്തും ഫ്രണ്ട് നെക്കൊക്കെ കണ്ടല്ലോ, ഈ ഒരു രീതിയിലേ വരുന്നുള്ളൂ. ഞാൻ അധികം ഡീപ്പ് ആക്കിയിട്ടില്ല, ഇത്രയും ആക്കിയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. സോ ലവ് യു ഓൾ, ബൈ.